കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറെ നാളായിട്ട് തുടരുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ആരായിരിക്കും അടുത്ത KPCC അധ്യക്ഷൻ? പലവിധ പേരുകളും ചർച്ചകളും അണിയറയിൽ സജീവമായിരിക്കവേ ആ സസ്പെൻസുകൾക്കെല്ലാം മറുപടിയുമായിട്ട് മന്ത്രിയും നിലവിലെ KPCC അധ്യക്ഷൻ സ്ഥാനത്തിരിക്കുന്ന സണ്ണി ജോസഫ് രംഗത്ത് എത്തിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ സമുന്നതനായ ഒരു നേതാവ് എങ്ങനെയായിരിക്കണം, തന്റെ ഉത്തരവാദിത്തങ്ങളെ, പാർട്ടി തത്വങ്ങളെ, ഇവയൊക്കെ എങ്ങനെയായിരിക്കണം അദ്ദേഹം കാണേണ്ടത് എന്നതിന് നേർക്കാഴ്ചയാണ് ഇന്ന് സണ്ണി ജോസഫിന്റെ വാക്കുകളിലൂടെ നമുക്ക് കാണാനായത്. അധികാരമോഹങ്ങൾക്ക് പിന്നാലെ പായുന്ന രാഷ്ട്രീയ കാലഘട്ടത്തിൽ താൻ രണ്ട് പദവികൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ കോൺഗ്രസ് സംസ്കാരം അദ്ദേഹം ഇവിടെ ഉയർത്തിപ്പിടിക്കുകയാണ്. KPCC പുനഃസംഘടനയും എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മന്ത്രി ആയതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷ പദവിക്കൊപ്പം തന്നെ മറ്റ് നിർണായക ഉത്തരവാദിത്തങ്ങളും അദ്ദേഹം വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വൈദ്യുതി വകുപ്പ് മന്ത്രി ആയതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ വൈദ്യുതി മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ കണക്കിലെടുത്ത് ആ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് സ്ഥാനം താൻ ഒന്നിച്ചു കൊണ്ടുപോകുന്നില്ല എന്ന് അദ്ദേഹം പറയാനുള്ള പ്രധാന കാരണം. ഈ രണ്ട് വലിയ ഉത്തരവാദിത്തങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരാൾക്ക് ഒരു പദവി എന്ന നിലപാടാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഉചിതമെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. പലപ്പോഴും പാർട്ടി പദവികൾക്ക് വേണ്ടി കടുത്ത മത്സരങ്ങളും തർക്കങ്ങളും ഉണ്ടാകുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് സണ്ണി ജോസഫ് വേറിട്ട് നിൽക്കുന്നത്. താൻ പദവികൾക്ക് പുറകെ പോകുന്ന ഒരു അധികാരമോഹിയല്ല എന്ന് അദ്ദേഹം സ്വന്തം പ്രവൃത്തിയിലൂടെയും വാക്കുകളിലൂടെയും സ്വന്തം പാർട്ടി അണികളെ കൂടി അദ്ദേഹം ഇവിടെ തെളിയിക്കുകയാണ്. അധികാരം പിടിച്ചു വയ്ക്കാനല്ല, മറിച്ച് ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ 100% ആത്മാർത്ഥതയോടെ ചെയ്യുവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. അതേസമയം MP MLA പദവികൾ കൈകാര്യം ചെയ്യുന്നത് പാർട്ടി സ്ഥാനങ്ങൾ വഹിക്കുന്നതിന് ഒരു തടസ്സമല്ല എന്നും ഒരാൾക്ക് ഒരു പദവി എന്നതിൽ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പുനഃസംഘടന നടപ്പിലാക്കുന്നത് വരെ പാർട്ടിയുടെ ഏകോപനത്തിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല എന്നും കോൺഗ്രസ് പ്രസ്ഥാനം ശക്തമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം അണികൾക്ക് ഉറപ്പും നൽകുന്നു. അദ്ദേഹത്തിന്റെ വീഡിയോ ചേർക്കുന്നുണ്ട്, കാണാം. രണ്ട് ഉത്തരവാദിത്വം എനിക്ക് നല്ല ചുമതലയുള്ള രണ്ട് ഉത്തരവാദിത്തങ്ങളാണ് ഞാൻ നിർവഹിക്കുന്നത്. വൈദ്യുതി മേഖലയിലുണ്ടായ പ്രയാസങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ എനിക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് പാർട്ടി പുനഃസംഘടന തന്നെയാണ് അതിന് പരിഹാരം എന്ന് ഞാൻ കരുതുകയാണ്. അത് AICC തക്ക സമയത്ത് ചെയ്യും, വേഗത്തിലാക്കാനാണ് എൻ്റെ ആഗ്രഹം. അതൊക്കെ പാർട്ടി ആസ് യൂഷ്വൽ, പാർട്ടിയെ സംബന്ധിച്ച് ആസ് യൂഷ്വൽ. നമ്മൾ KPCCയുടെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട്. കോൺഗ്രസ് ശക്തമായ പാർട്ടിയാണ്, എല്ലാ ഭാരവാഹികളും ഉണ്ട്. ഞങ്ങൾ രണ്ട് ചുമതല നിർവഹിക്കാൻ സാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ കൂടുതൽ ഒരാൾക്കൊരു ഉത്തരവാദിത്വം പ്രധാനമായും എന്ന നിലയിലേക്കുള്ള ക്രമീകരണം AICC സമയമെടുത്ത് ചെയ്യും. ഒരാൾക്കൊരു ചുമതല പ്രധാനപ്പെട്ട മന്ത്രിയാകുന്ന ഒരു പാർട്ടി സ്ഥാനം, ഞങ്ങൾ കമ്മിറ്റി മെമ്പറായിരിക്കും. ചില ആളുകൾക്ക് അതിന് എക്സംഷൻ കൊടുക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ആ രണ്ട് ഉത്തരവാദിത്വം കൊണ്ടുപോകാൻ ഞാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ ആലോചിച്ച് ചെയ്യും. MP MLA ആയിരിക്കുമ്പോഴാണല്ലോ ഞാൻ പ്രസിഡന്റ് ആയത്. അത് തടസ്സമല്ല. MP ആകുന്നോ MLA ആകുന്നോ ഒരു പാർട്ടി പോസ്റ്റിന് തടസ്സമല്ല. ഇപ്പം KC വേണുഗോപാൽ MP അല്ലേ, അദ്ദേഹം AICCയുടെ ജനറൽ സെക്രട്ടറി അല്ലേ, തടസ്സമല്ല. ഞാൻ MLA ആയിട്ട് ഞാൻ KPCC പ്രസിഡന്റ് ആയില്ലേ. ഇലക്ഷൻ വരെയും ഞാൻ മന്ത്രിയാകുന്നതിടം വരെ വലിയ പ്രയാസമില്ലായിരുന്നല്ലോ. അങ്ങനെയൊന്നും ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നും കോൺഗ്രസിലില്ല. ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല. അതൊക്കെ അവസരോചിതമായ വ്യക്തികളുടെ സംഭാവനകളും സാധ്യതകളും കഴിവുകളും അവസരങ്ങളും ആവശ്യങ്ങളും കണക്കിലെടുത്ത് ഉചിതമായ തീരുമാനമാണ് അത്തരം കാര്യങ്ങളുള്ളത്. നോട്ട് ദാറ്റ്. പ്രധാന ചുമതല മന്ത്രിയായിരിക്കുന്ന എനിക്ക് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല കൊണ്ടുപോകുന്നത് രണ്ട് ഉത്തരവാദിത്വത്തിനും. കർണാടകത്തിൽ വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിലും അഡ്മിനിസ്ട്രേറ്റീവ് സാഹചര്യങ്ങളിലും അത്തരം ചുമതലകൾ ഒരാൾക്കൊന്നെന്നുള്ളത് നിർവഹിക്കുന്നതാണ് നല്ലത്. അതേ പറഞ്ഞു. അത് ആലോചിക്കും, ഗവൺമെൻറ് തലത്തിൽ ആലോചിക്കും. കഴിയുന്നത്ര വേഗത്തിലാക്കാൻ വേണ്ടി പരിശ്രമിക്കും. KPCC യോഗം ചേർന്നിരുന്നല്ലോ. ഗവൺമെന്റ് ഫോർമേഷന് ശേഷം KPCC യോഗം ചേർന്നിരുന്നു. വിഴിഞ്ഞം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു, കൃത്യമായി പറഞ്ഞു.
UDF-ന്റെ പിന്തുണയോടുകൂടിയാണ് ഈ കണ്ണൂരിൽ ടി.കെ. ഗോവിന്ദനും വി. കുഞ്ഞികൃഷ്ണനൊക്കെ വിജയിച്ചു വന്നത്. ശശി ഇന്നലെ എം. പി. ജയരാജന്റെ പ്രതികരണം എന്താണ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നത്? അവർ തെറ്റ് തിരുത്തിയാൽ തിരിച്ചു വരുമെന്നുള്ളതാണ് ഒരു പ്രതികരണം. അത് വലിയ ചർച്ച CPM-നകത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, അത് തന്നെയാണ് വിഷയം. തെറ്റ് തിരുത്തണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ തെറ്റ് ആരുടേതെന്ന് കുഞ്ഞികൃഷ്ണനും ഗോവിന്ദ മാഷും ചോദിച്ചിട്ടുണ്ട്. ഏത് ഗോവിന്ദ മാഷ്? ടി.കെ. ഗോവിന്ദ മാഷ്. ടി.കെ. ഗോവിന്ദ മാഷാണോ MP ഗോവിന്ദ മാഷാണോ തെറ്റ് തിരുത്തേണ്ടതെന്ന് കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതിയിട്ടുണ്ട്. MP ഗോവിന്ദ മാഷാണ് തെറ്റ് തിരുത്തേണ്ടതെന്ന് ജനങ്ങൾ വിധി എഴുതിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ അവർ വൈകിയാൽ അവർക്ക് തന്നെ പ്രയാസം. അതൊക്കെ ആലോചന വരുന്നു. അസംബ്ലി കഴിഞ്ഞാൽ ഞങ്ങൾ ആലോചിക്കുന്നതാണ്. ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പം അസംബ്ലി കഴിഞ്ഞ എല്ലാവരും ഒന്ന് നാട്ടിലൊക്കെ പോയി വന്നു. ഈ ആഴ്ച മുതൽ അതിൻ്റെ ചർച്ചകളിലേക്കും കടക്കാം. എനിക്കറിയില്ല അത്തരം കേസുകളിലേക്ക്. നത്തിങ്. നോ കമൻസ്. ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കും, ആലോചിക്കും. അത് കോട്ടയം DCC ആയിട്ട് ചർച്ച ചെയ്യും. അത് ആലോചിക്കാം. എനിക്കറിയില്ല, നോക്കാം. ഏതാ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല വിഷയം, എനിക്കറിയില്ല. നോക്കാം. എന്തെങ്കിലും ഇവിടുത്തെ പ്രാദേശിക വിഷയം DC പ്രസിഡന്റ് പരിശോധിക്കും. ഞാനെപ്പോഴും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളെയാണ് ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഞാൻ DC പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ച അനുഭവമുണ്ട്. അതാണ് കോൺഗ്രസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അവർ വളരെ ഫലപ്രദമായിട്ട് പോകുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന നിർദ്ദേശങ്ങളും പ്രധാനമാണ്. ഇപ്പോൾ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനം സംബന്ധിച്ച് ഇവിടുത്തെ ജനറൽ സെക്രട്ടറി ഒരു നിർദ്ദേശം നിയാസിന്റെ ആ ഒരു വിമർശനമായി തന്നെ ഇത് ഉയർന്നു വന്നു. അപ്പൊ വേണ്ടത്ര ഡിസ്കഷൻസ് ഇല്ലാതെ അതായത് ഗ്രൗണ്ട് സിറ്റുവേഷൻ ആണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിനുണ്ടായ അനുഭവം മുൻകാല UDF ജില്ലാ കോൺഗ്രസിലേക്ക് പ്രവർത്തകരുടെ അനുഭവം പറഞ്ഞാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത്. അതൊരു പരസ്യമായി എങ്ങനെ കാര്യങ്ങൾ എത്തുന്നതിലേക്ക് എന്തുകൊണ്ടാണ് വേണ്ടത്ര ഡിസ്കഷൻ ഇല്ലാത്തൊരു തീരുമാനം ആയതുകൊണ്ടാണ്? എൻ്റെ അഭിപ്രായം ഇത്തരം കാര്യങ്ങൾ പരസ്യപ്പെടുത്തുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അഭിപ്രായങ്ങൾ പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ പാർട്ടിക്കകത്ത് പറയണം എന്ന അഭിപ്രായം.